പൗരത്വ നടപടി ലഘൂകരിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ. വലിയ ആശ്വാസമൊന്നും വേണ്ട, ആർക്ക് വേണ്ടിയാണ് എന്നുള്ളത് പറയുമ്പോൾ മനസ്സിലാവും. പൗരത്വ അപേക്ഷകളിൽ തീരുമാനമെടുക്കാൻ അതിർത്തി സംസ്ഥാനങ്ങളിലെ ജില്ലാ കളക്ടർമാർക്ക് അധികാരം നൽകി. പാകിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒക്കെ വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അപേക്ഷകളിലാണ് അതിവേഗ നടപടി. അസം, ത്രിപുര സംസ്ഥാനങ്ങളിലെ ഗോത്രമേഖലകളെ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ഈ സ്ഥലങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷം ഹിന്ദുക്കളാണല്ലോ, അഫ്ഗാനിസ്ഥാനിലെ ന്യൂനപക്ഷം ഹിന്ദുക്കളും സിഖുകാരും ഒക്കെയാണല്ലോ, പാകിസ്ഥാനിലെ ന്യൂനപക്ഷം ഹിന്ദുക്കളും സിഖുകാരും ഒക്കെയാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കാണ് ഇപ്പോൾ അവരുടെ അപേക്ഷകളിന്മേൽ അതിവേഗ നടപടി വരുന്നു. അസം, ത്രിപുര സംസ്ഥാനങ്ങളിലെ ഗോത്രമേഖലകളെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ തീരുമാനം. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, അതായത് മറ്റ് രാജ്യങ്ങളിലുള്ള ഹിന്ദുക്കൾ അടക്കമുള്ള ആ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എളുപ്പം പൗരത്വം കിട്ടുന്നതിന് വേണ്ടിയുള്ള നീക്കം, അത്രയല്ലേ ഉള്ളൂ? ഉറപ്പായും അരുൺകുമാർ, അങ്ങനെ തന്നെയാണ് വിലയിരുത്തേണ്ടത്. മുസ്ലിം വിഭാഗം ഒഴികെയുള്ള മറ്റ് ഇതര മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് പൗരത്വം നൽകുന്ന നടപടിയാണ്. നേരത്തെ അത് വലിയ വിവാദമായിരുന്നു. പക്ഷേ ആ നടപടി കൂടുതൽ ലഘൂകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നേരത്തെ ആദ്യം ജില്ലാ ഭരണകൂടത്തിന് അപേക്ഷയെത്തുന്നു, പിന്നീട് അത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഉന്നതാധികാര സമിതി പരിശോധിച്ചായിരുന്നു സാധാരണഗതിയിൽ പൗരത്വം അനുവദിച്ച് നൽകിയിരുന്നത്. ഇപ്പോഴത് നേരിട്ട് ജില്ലാ കളക്ടർമാർക്ക് നൽകാനാകും വിധമാണ് ഈ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. അത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് പൗരത്വം നൽകാനുള്ള അനുമതി ജില്ലാ കളക്ടർമാർക്ക് നൽകി വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നത്. ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, പശ്ചിമബംഗാൾ, അസം, ത്രിപുര, ജമ്മു കശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലും ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശത്തുമാണ് ഇത് ബാധകമായിരിക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട്. രേഖകൾ പരിശോധിച്ച് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് പൗരത്വം അനുവദിക്കാൻ കളക്ടർമാർക്ക് ഇനി നേരിട്ട് അനുവാദം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് നേരത്തെ കൂടുതൽ കടുത്ത നടപടികളായിരുന്നു. മുസ്ലിം അല്ലാത്ത മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ മറ്റ് രാജ്യത്ത് നിന്നും പൗരത്വം തേടുകയാണെങ്കിൽ ഇനി കൂടുതൽ ലളിതമായി പൗരത്വം അനുവദിക്കാനാകും എന്നുള്ളതാണ് ഇപ്പോൾ ഇറങ്ങിയ വിജ്ഞാപനത്തിൽ നിന്നും മനസ്സിലാക്കാനാകുന്നത്. ഓക്കെ, താങ്ക് യു. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയ പ്രേക്ഷകരെ, അപ്പോൾ ബോർഡ് കോർപ്പറേഷനിലേക്കൊക്കെ അധ്യക്ഷന്മാരെ വേണ്ടേ? ഇപ്പോഴും പല ബോർഡിലും കോർപ്പറേഷനിലേക്ക് തലപ്പത്ത് LDF നിയമിച്ചവർ തന്നെയാണ് ഇരിക്കുന്നത്. അത് ചെറുതല്ലാത്ത വിധത്തിൽ അസ്വാരസ്യവും അസ്വസ്ഥതയൊക്കെ UDF ഉണ്ടാക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൽ.